ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നിതാ ഇപ്പോൾ എന്നും രാവിലെ മഴ തന്നെയാണ്, ഇന്നും അതേപോലെ തന്നെ മഴയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല. അപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നണില്ല കേട്ടോ. റിച്ചുമോനെ വിളിച്ച് മദ്രസക്ക് പറഞ്ഞയച്ചു. അപ്പോൾ മദ്രസക്കൊക്കെ പോയി പിന്നെ ഞാൻ കിച്ചണിക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് പാലപ്പമാണ് കേട്ടോ. പാലപ്പത്തിന് മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തലേ ദിവസം. അപ്പോൾ ഇന്നൊരു പരീക്ഷണം കൂടിയാണ് കേട്ടോ. പരീക്ഷണം എന്താ ഞാൻ പറയട്ടോ. അപ്പോൾ മാവ് പൊങ്ങി വന്നിക്കണമെന്ന് നോക്കി. മാവൊക്കെ ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി കടലക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. വെള്ളക്കടല ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അങ്ങനെ കടല കഴുകിയാണ്ട് തന്നെ വെള്ളത്തിലിട്ട്, എന്നാലും രാവിലെ ഒന്നും കൂടെ കഴുകി കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലാവുമ്പോൾ ഇപ്പോൾ വെന്ത് കിട്ടുമല്ലോ. കടല കുതിർത്തിയ വെള്ളം കളയാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിരിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ട് കേട്ടോ. പാടില്ല എന്നല്ല, പക്ഷേ ആ കടലേൻ്റെ അതിമുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ പോവും. അങ്ങനെ ആകുമ്പോൾ ഒന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ ഒന്നും കൂടി കഴുകിയാണ്ട് തന്നെയാണ് എടുക്കൽ. അപ്പോൾ എനിക്ക് ശരിക്കും അറിയില്ല, ഞാൻ എവിടെയോ ഏതോ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് ബോക്സിൽ കണ്ടതാണ്. അങ്ങനെ എന്തായാലും കടല ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സവാളയും ഒരു തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യമൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിലേക്കാണ് പോയാൽ മതി, എല്ലാം ഉണ്ടാവും അതിൽ. ഇപ്പം പേസ്റ്റാക്കി വെക്കലൊക്കെ കുറവാട്ടോ. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഇങ്ങനെ അതാത് സമയത്ത് അങ്ങനെ ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പോൾ കുക്കിങ്ങിനൊക്കെ നേരം ഒഴുകും. പിന്നെ മറ്റേത് നമ്മൾ ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കാണെങ്കിൽ രാവിലെ വന്നാൽ കിച്ചണിൽ വന്നാൽ പെട്ടെന്നുണ്ട്. പ്രത്യേകിച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു 3-4 എടുത്തുകൊണ്ട് അങ്ങനെ ഇടികല്ലുകൊണ്ട് കുത്തിയാണ്ട് അതിൽ ഇട്ട് കൊടുത്തേക്കാട്ടെ. അതിന് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ, ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്തുകൊണ്ട് അങ്ങനെ കുത്തിയിട്ട് കൊടുത്തു. പിന്നെ ഒരടുപ്പിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ കടലക്കറി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്നത് നമ്മളെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടല്ലോ, ആ ഒരു ചീനച്ചട്ടിയിലാണ് കേട്ടോ. പുറത്ത് വിറകടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ പാലപ്പത്തിനുള്ള മാവ് റെഡിയാണ്. മാവൊക്കെ പൊങ്ങി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഞാനേ ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. ഞായറാഴ്ച നമുക്കൊരു കാറ്ററിംഗ് ഉണ്ട്. 150 പാലപ്പം, അതിലേക്കുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ പാലപ്പം 2 കപ്പ് പച്ചരി കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് കൂട്ടൽ കേട്ടോ. നമുക്കറിയില്ലല്ലോ എന്നാൽ നമ്മൾ വലിയ ഷെഫൊന്നും അല്ലല്ലോ. അപ്പം എത്ര അരി വെള്ളത്തിലിടേണ്ടി വരും എന്നുള്ള കണക്കൊന്നും ചിലപ്പോൾ എനിക്ക് അറിയില്ല. അപ്പം ഞാൻ അങ്ങനെയൊക്കെ കേട്ടോ കണക്ക് കൂട്ടൽ. അപ്പം നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിന് നമ്മൾ 2 കപ്പ് പച്ചരിയാണ് എടുക്കൽ. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം 15 പാലപ്പാണ് ശരിക്കും കൊണ്ട് കിട്ടുക. ചിലപ്പോൾ ഒരു 16-17 ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് തീരാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഗ്യാസ് കഴിയോ ഇല്ലേ എന്ന് അതും അറിയില്ല. എനിക്കാണെങ്കിൽ ഒരു കുറ്റിയുള്ളൂ. 2ാം കുറ്റിക്ക് ഞാൻ അപേക്ഷ കൊടുത്തിന്. അന്നൊന്നും കൊടുത്തില്ല. നമ്മളെ അയലൊക്കെ തന്നെയാണ് ഗ്യാസ് ഓഫീസ്. നമുക്ക് ഗ്യാസ് കഴിഞ്ഞാലും ഞായറാഴ്ച അല്ലാത്ത ദിവസം 5 മണിയുടെ ഉള്ളിൽ എപ്പോൾ പോയാലും നമുക്ക് ഗ്യാസ് കിട്ടും. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ 2ാം കുറ്റിയൊന്നും അന്ന് വാങ്ങിച്ചതുമില്ല. ഇപ്പം ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ അപേക്ഷ കൊടുക്കാൻ നോക്കുമ്പോൾ അപ്പം കുറ്റി കിട്ടൂല കേട്ടോ. അപ്പോൾ ഗ്യാസിന് ഭയങ്കര ക്ഷാമവും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഗ്യാസ് തീർന്നു കഴിഞ്ഞാലേ അടുപ്പത്ത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചുടാൻ വെക്കോ ഇല്ലേ നോക്കാനാണ് കേട്ടോ. ഇരുമ്പിൻ ചട്ടിയിൽ പാലപ്പം ചുട്ടെന്ന് പരീക്ഷിച്ച് നോക്കണത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പരീക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാ അടുപ്പത്ത് തന്നെ വിറകൊക്കെ വാര വെച്ചിട്ടുണ്ടേന്. എന്നാൽ പിന്നെ രാവിലെ കത്തിപ്പിടിക്കാൻ സുഖമായിട്ട് വിറക് കത്തുമെന്ന്. ചൂടാവുമ്പോഴേ ചൂടുള്ള അടുപ്പത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ മഴ നല്ലോണം പെയ്തതുകൊണ്ട് ചീറ്റിലടിച്ചൂലേ, അങ്ങനെ ചീറ്റിലടിച്ചിരിക്കണം അടുപ്പുമ്മ കൂടി വിറകുമ്മ കൂടിയൊക്കെ. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അങ്ങനെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അടുപ്പ് പിന്നെ നല്ല ഉഷാറായിട്ട് കത്തും ചെയ്യും കേട്ടോ. ഏത് മഴയാണെങ്കിലും കുറച്ച് ചുള്ളി വിറക് കരുതി വെച്ചാൽ മതി. അപ്പം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതിലാവുമ്പോൾ ഓയിൽ തടവി കൊടുക്കണം, എന്നാലുള്ളൂ പിന്നെ നമുക്ക് അപ്പോൾ ശരിക്കും എടുക്കാൻ കിട്ടുക. നമ്മൾ പാലപ്പച്ചട്ടി ചുടുമ്പം എണ്ണ ഉപയോഗിക്കൂലല്ലോ. അപ്പോൾ ഇതാ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മാവേ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. കിട്ടുമല്ലേന്ന് അറിയാതിൽ ഞാൻ ഇതുവരെ പാലപ്പം ഉണ്ടാക്കിയിട്ടില്ല. ബാക്കിയില്ല എല്ലാത്തിനും നമ്മളിത് യൂസ് ചെയ്യും. നിങ്ങൾ വീഡിയോയിൽ കാണലുണ്ടാവും. അപ്പം ഇന്ന് പാലപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ ഫസ്റ്റത്തെ മാവ് കുറച്ച് മാവേ ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ചോളൂ. പക്ഷെ അടിപൊളി അപ്പം കേട്ടോ. ഇതിൽ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലല്ലെങ്കിലും എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റുമാണ്. വക്കൊക്കെ നല്ല മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ടോ, എടുക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് ഗ്യാസ് കഴിഞ്ഞാൽ പേടിക്കണ്ട. അപ്പോൾ വേഗം വിറകുണ്ടല്ലോ അടുപ്പത്തേക്ക് ഈ ചട്ടിയും കൊണ്ടാണ് പോരാ.
ഇതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. ചിലപ്പോൾ അഥവാ ഞാൻ 3 മണിക്ക് എണീക്കേണ്ടി വരും. 150 പാലപ്പം രാവിലെ ഉണ്ടാക്കി കൊടുക്കണ്ടേ, 7 മണിയാകുമ്പോഴത്തേനൊക്കെ റെഡിയാക്കും വേണം. അപ്പോൾ ആ ഒരു സമയത്ത് അഥവാ ഗ്യാസ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ കിട്ടും. പക്ഷേ ഓലൊക്കെ വിളിച്ചെടുത്താൻ പോകണ്ടേ, എനിക്കൊരു കാറ്ററിംഗ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നിങ്ങനെ ഉഷാറായിട്ട് കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങൾ പിടിക്കുമ്പോൾ. ഈ ചീനച്ചട്ടിയിലല്ല, അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിയിൽ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിന് കേട്ടോ, പാലപ്പം ഉണ്ടാക്കിന്. പിന്നെ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ട്, എൻ്റെ സ്വാലിയിലുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് പാത്രങ്ങൾ അയച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമുക്ക് പാലപ്പച്ചട്ടി പറയണം ഇൻഷാ അല്ലാ. അങ്ങനെ അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കടലക്കറി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കേട്ടോ. കടലൊക്കെ വെന്തിന്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തു, തേങ്ങ അരച്ചൊഴിച്ചു കൊടുത്തു, പിന്നെ കറി തൂമിച്ചെടുത്തു. അപ്പോൾ കറി സെറ്റ്. അപ്പോൾ ഇനി ചായ വേണ്ടിയവർക്ക് കുടിക്കുക. കറി ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ അങ്ങനെ ചുട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ചായ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിന്ന് സ്പെഷ്യൽ ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്. സ്പെഷ്യൽ പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഇതിൻ്റെ തലേ ദിവസം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിനി. അപ്പോൾ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ടായിനി അതിൽ. അപ്പോൾ ആ ഒരു ചിക്കൻ വെച്ചിട്ട്, ചിക്കനും കുമ്പളങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുവെക്കുക. പിന്നെ നമ്മൾ ബീഫും കുമ്പളങ്ങയൊക്കെ കറി വെക്കൂലേ, അതിലേറെ ടേസ്റ്റാണ്. അത് വേറെ ടേസ്റ്റ്. ചിക്കനും കുമ്പളങ്ങയും വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. പിന്നെ അതിക്ക് തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി പിന്നെ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. പക്ഷേ എൻ്റെത് ഫ്ലോപ്പ് ആയിക്കണം കേട്ടോ. ഞാൻ എപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിലും ചില സമയത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും, ചില സമയത്ത് വെള്ളേറിപ്പോവും. അപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 2 ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ അടുപ്പത്ത് തന്നെ അപ്പം ചുടൽ കഴിഞ്ഞപ്പോൾ അടുപ്പത്ത് തന്നെ ചോറിന് വെള്ളം വെച്ചിനി. അപ്പം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അരി കൊണ്ടുപോയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് സാധാ നമ്മളെ റേഷൻ കടയിലത്തെ അരിയില്ലേ, ചാക്കരി, അതാട്ട് കൊടുത്തിന്. ഇതേക്ക് 1 സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് കഴുകി വെച്ചതാണ്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി തേങ്ങ ചിരവിയതും ചേർക്കുക. പിന്നെ ചില ആൾക്കാർ പിന്നെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കും തേങ്ങാച്ചോറില്ലേ. നമ്മളിവിടെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല തേങ്ങാപ്പാലിൽ. ഈ തേങ്ങ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് കൈ കൊണ്ട് ഇങ്ങനെ നല്ലോണം ഞെരട്ടിയെടുക്കും. ആ ചെറിയ ഉള്ളിൻ്റെ നീരും തേങ്ങൻ്റെ പാലും ഒക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ അത് അയക്കാണ് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ആ വെള്ളത്തിൽ തേങ്ങാപ്പാലിൻ്റെ പോലെ തന്നെ ഇക്കാരം ആ വെള്ള കളറാവുമല്ലോ. ഇനി ഇൻഷാ അല്ലാ തേങ്ങാപ്പാൽ ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം. എന്നോട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഞാൻ അതേപോലെ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി കാണിക്കുമ്പോൾ ചില കൂട്ടുകാരൊക്കെ പറയലുണ്ട് ഇങ്ങനെയല്ല തേങ്ങാച്ചോറ് ഉണ്ടാക്കുക, അതെന്തൊരു തേങ്ങാച്ചോറാണ്. പക്ഷെ നമ്മളവിടെ എങ്ങനെയാട്ടോ ഉണ്ടാക്കൽ, നമ്മളെ അമ്മമാരൊക്കെ അതേപോലെ തന്നെ ഉണ്ടാക്കൽ, ഇവിടുത്തെ അമ്മയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും ഒക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനും ഉണ്ടാക്കും. പിന്നെ ഇത് അധികം നമ്മളിവിടെ ഉണ്ടാക്കലും ഇല്ല. എന്താ പറയുക, ഉലുവൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കൊന്നും വലിയൊരു താല്പര്യമല്ല. അപ്പോൾ ഇപ്പം പിന്നെയും കുറേയൊക്കെ അങ്ങനെ കഴിക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കലുണ്ട്. എല്ലാവർക്കും നെയ്ച്ചോറിനോടും ബിരിയാണിനോടും അങ്ങനത്തതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഈ തേങ്ങാച്ചോറ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അപ്പാക്ക് നല്ല ഇഷ്ടമാണ്. അതേപോലെ എൻ്റെ വല്യമ്മക്കൊക്കെ ഏത് പെരുന്നാളുണ്ടെങ്കിലും പെരുന്നാൾക്ക് നമ്മൾ പിന്നെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാലും വല്യമ്മക്ക് കുറച്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കണം, അങ്ങനെ തന്നെ. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടോ, ഏതോ ഹൈലാണ് അരി ഇട്ട് കൊടുത്തത്. അപ്പോൾ കുറച്ച് വെള്ളം ഇന്ന് മുക്കിയേക്കുകയാണെങ്കിൽ വേവേറൂലേനും. അപ്പോൾ എന്താ പറയുക, ഏതോ ഹൈലിൽ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടോ. സാരല്ല ഇനി എന്തായാലും. പിന്നെ അവിടെ കിടന്നിട്ട് വേവട്ടെ. പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ കറിൻ്റെ അത് ഞാൻ പറഞ്ഞത് തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിൻ്റെ കണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കണ്ട. ഞാൻ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പിന്നെ ചിക്കന് കഴുകിയതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് ഇട്ടുകൊണ്ട് ഒന്ന് തിരുമ്മി വെക്കാം. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഉപ്പും അതേപോലെ ചിക്കൻ മസാല ഇട്ടുകൊണ്ട് തിരുമ്മി വെച്ചാൽ മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കണ്ട. പിന്നെ കുറച്ച് ജീരകപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചിക്കൻ മസാല ഇല്ലേ ഇനി ആ നേരത്ത്. അപ്പോൾ അങ്ങനെ മസാല തേച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറായിട്ട് പിന്നെ ആ ഒരടുപ്പിൽ തന്നെ കറിയാണ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ചിക്കനിൽ മസാല പിടിക്കട്ടെ. അപ്പോൾ ചോറ് വന്ന് ഞാൻ തുറന്നു നോക്കി, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഇതാ കണ്ടോ, നല്ലോണം വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വേവേറും, എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി. അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം പിന്നെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടോ. ഞാൻ ഈ പത്തിരിക്കൊക്കെ പൊടി വാട്ടുകയാണെങ്കിലും എന്തിന് പൊടി വാട്ടുകയാണെങ്കിലും ഒക്കെ വെള്ളം ഞാൻ കുറച്ചതിന് മാറ്റി വെക്കലുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കും. ഇതും അതേപോലെ ചെയ്യലുണ്ട്. അത് അരി ഇട്ട് കൊടുത്തപ്പം ഏതോ ഹൈലാണ് അരി ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ സാധാ അരി ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം മുക്കി വെക്കൂലല്ലോ,
അപ്പോൾ ആ ഓർമ്മയിലോ എന്തോ അറിയില്ല അങ്ങനെ അരി ഇട്ടതാണ്. അപ്പോൾ ഇതാ മൺചട്ടി വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ 2 സവാള കട്ട് ചെയ്തത് ഇട്ടുകൊണ്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിക്ക് സവാള ഒന്നും കൂടുതലൊന്നും വേണ്ട. പിന്നെ നമുക്ക് ചിക്കനും കൂടുതലില്ല, കുറച്ച് ചിക്കനുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സവാള ഇട്ടിട്ടുള്ളൂ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊണ്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർക്കുക. പിന്നെ ഇതിക്ക് ചില ആൾക്കാർ കടുക് താളിച്ച് ചേർക്കും, എന്താ പാലക്കാട് സ്റ്റൈലോ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിവിടെ ചിക്കൻ കറിക്കും ബീഫ് കറിക്കും ഒന്നും കടുക് ചേർക്കലില്ല. നമ്മളെ മലപ്പുറത്ത് കടുക് ഇടലില്ല കേട്ടോ. ചില ഭാഗത്തൊക്കെ ഞാൻ കണ്ടിരിക്കണ് കടുക് ചേർക്കണത്. അപ്പോൾ നിങ്ങൾ കടുക് ചേർക്കലുണ്ടോ? കമൻറ്റ് ചെയ്യോണ്ടി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണം വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ ഇന്നലത്തെ നമ്മളെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കുറേ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടായിന്. നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഇവിടെ വഴന്ന് വന്നതാണ്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കുക. അപ്പോൾ ഞാൻ ഇവിടെ മല്ലിപ്പൊടിയും എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഞാൻ കുറച്ചേ ചേർക്കലുള്ളൂ, നല്ല എരിവാട്ടി മുളക് പൊടി. എരിവുള്ള മുളക് പൊടി മാത്രം ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് കളർ ഉണ്ടാവില്ല, കാണാനും ഒരു ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി എപ്പോഴും അതാണ് കേട്ടോ അധികം യൂസ് ചെയ്യൽ. പിന്നെന്താ മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും അത്ര തന്നെ ചേർത്തിട്ടുള്ളൂ. അതൊക്കെ ചേർത്ത് വഴറ്റി കൊടുത്തു. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചിക്കനിൽ മസാല തേച്ച് വെച്ചിനല്ലോ, അപ്പോൾ അതും അതിക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഈ ഒരു ചിക്കൻ ഒരു ഹാഫ് വേവ് ആവുമ്പോൾ നമുക്ക് കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബീഫും കുമ്പളങ്ങ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഒരു രീതിയിലല്ല കേട്ടോ ഉണ്ടാക്കൽ. അതിൽ ചെറിയ ഉള്ളി ചേർക്കലുണ്ട്. അതേപോലെ തന്നെ പൊടികളൊക്കെ മസാലപ്പൊടികളൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കൽ. അപ്പം അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അവിടെ വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള നമ്മളെ കുമ്പളങ്ങ ഉണ്ടല്ലോ, കുമ്പളങ്ങ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മൂത്ത കുമ്പളങ്ങ കിട്ടണം. ബീഫും കുമ്പളങ്ങയൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോഴും അതേപോലെ ചിക്കനും കുമ്പളങ്ങയൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോഴും ഒക്കെ. അപ്പം അത്യാവശ്യം നല്ല മൂപ്പുള്ളതാണെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുത്ത് അപ്പം തന്നെ ഇട്ട് കൊടുക്കും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു പാകത്തെ മൂപ്പിനുള്ള കുമ്പളങ്ങ കിട്ടിയിരിക്കണത്. അപ്പോൾ ഒരു 4-5 തള, ഒരു 3-4 തളയൊക്കെ തിളച്ച് കഴിഞ്ഞാൽ തന്നെ വേവും. അപ്പോൾ ഞാൻ അത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തു. പിന്നെ നോക്കുമ്പോൾ ചിക്കനൊക്കെ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതും ഒന്ന് വെന്ത് കിട്ടണ്ടേ, അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ കുമ്പളങ്ങ വേവട്ടെ. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചോറ് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടോ. ആ കാലത്ത് തന്നെ എന്ന് കഴിഞ്ഞാൽ അതിലേറെ വേവേറും. അപ്പോൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിക്ക് തേങ്ങാപ്പാൽ ചേർത്താലും മതി ലാസ്റ്റ്, അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് തേങ്ങ അരച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, അത് ഇതാ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച്, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചില ആൾക്കാർക്ക് നല്ല ജീരകം ഇഷ്ടമല്ലവർക്ക് നല്ല ജീരകം ചേർക്കുക. നമുക്കിവിടെ ഈ കറിയിൽ നല്ല ജീരകം ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ പെരുംജീരകം ആട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. അങ്ങനെ അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുമ്പളങ്ങിയും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച്, നമുക്ക് കറി എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ഒപ്പം കടന്ന് കുമ്പളങ്ങയും വെന്തതുകൊണ്ട് കുമ്പളങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടമാട്ടോ ഈ കറി. അപ്പോൾ നിങ്ങൾ കേൾക്കും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്താ? അങ്ങനെയല്ല, നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു കറി. അപ്പോൾ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ബീഫും കുമ്പളങ്ങയൊക്കെ എല്ലാവരും ഉണ്ടാക്കും. ചിക്കനും കുമ്പളങ്ങ ഉണ്ടാക്കലുണ്ടോ അല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്ക് ഇതേപോലെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടിട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒന്ന് തൂമിച്ച് അയക്കൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയിൽ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും അതേപോലെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ വറവിട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നല്ല സ്മെല്ലും വരുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് തേങ്ങാച്ചോറിനാണ് ബെസ്റ്റ് കോമ്പിനേഷന്. സാദാ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, പക്ഷേ അതിലേറെ ടേസ്റ്റ് തേങ്ങാച്ചോറിൻ്റെ ഒപ്പം കഴിക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കറി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് കഴിക്കാനൊക്കെ ആവണുള്ളൂ സമയം. എന്നാലും ഇനി എനിക്ക് കുറച്ച് വേറെ പണികളുണ്ട്. അപ്പോൾ ഇനി വീഡിയോ എടുക്കാൻ കൂടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഒരു പ്ലേറ്റിക്ക് വിളമ്പിയിട്ട് വീഡിയോയിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ പണിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ക്യാമറ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഒരു മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ തന്നെയാണ് വിളമ്പി കാണിക്കുകയാണെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചോറ് കുറച്ച് വേവേറിയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ വേവേറിയെന്ന് വിചാരിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെന്തിട്ടില്ലെങ്കിലാണ് എല്ലാവരും കണ്ണുമൂറൊക്കെ വേറെ രീതിയിലാവുക. അത് എന്താ വേവിച്ചുകൊണ്ടേനോ ചോദിക്കുക.
അപ്പോൾ ഉപ്പച്ചിക്കും മക്കൾക്കൊക്കെ ഈ റേഷൻ കടയിലത്തെ അരി ഇഷ്ടമാണ്, നല്ലോണം വെന്ത ചോറഞ്ഞ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നല്ല ആസ്വദിച്ചിട്ട് തന്നെ എല്ലാവരും കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിന്, എനിക്കും ഇഷ്ടമായി. പിന്നെ പപ്പടവും പൊരിച്ചെടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.